Hello friends, welcome to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC GDയുടെ 12th February ഷിഫ്റ്റ് 2-ൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. First question, a car covers a distance at a speed of 48 km/h in 14 hours. How much time will it take to cover the same distance at the speed of 84 km/h? ഓക്കെ, അപ്പോൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കാറ് എത്രയാണ് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് അല്ലേ, 48 km/h സ്പീഡിൽ 14 മണിക്കൂർ കൊണ്ട് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. അപ്പോൾ അതേ ഡിസ്റ്റൻസ് 84 km/h സ്പീഡിൽ പോയാൽ എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഓക്കെ, ഇവിടെ 48 km/h 14 ഹവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 48 × 14. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ സ്പീഡിലാണെങ്കിൽ എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ടൈം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്തായി, ഡിസ്റ്റൻസ് ഇത് തന്നെ 48 × 14 ഡിവൈഡഡ് ബൈ സ്പീഡ്. പുതിയ സ്പീഡ് എത്രയാണ്, 84. ഓക്കെ, 84. ഇനി കട്ട് ചെയ്യാം, 6 വെച്ച് കട്ട് ചെയ്യാം. 6 × 8 48 ആണ്, 6 × 14 84 ആണ്. ഓക്കെ, 14 14 ക്യാൻസൽ ചെയ്തു, ഉത്തരം എന്താണ്, 8. ഓക്കെ, അപ്പോൾ 8 ഹവേഴ്സ് ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാർക്ക് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് 60% മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. ഇഫ് ദ ആർട്ടിക്കിൾസ് ഈസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%, ദെൻ വാട്ട് വിൽ ബി ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? ഓക്കെ, അപ്പോൾ അതായത് ഒരു ആർട്ടിക്കിളിൻ്റെ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും 60% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു 20% പ്രോഫിറ്റിനാണ് വിറ്റിരുന്നുവെങ്കിൽ എത്ര ഡിസ്കൗണ്ട് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് 100 എടുക്കാം. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്ക് പ്രൈസ് എത്രയായിരിക്കും, 60% കൂടുതലാണ് അല്ലേ. അപ്പോൾ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് 160 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും, കാരണം പ്രോഫിറ്റ് 20% ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ നിന്ന് 20% കൂട്ടുക, അപ്പോൾ സെല്ലിംഗ് പ്രൈസായി. അപ്പോൾ എന്ത് വന്നു, സെല്ലിംഗ് പ്രൈസ് 120 വന്നു. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഡിസ്കൗണ്ട് എന്നുള്ളത്, വെറും ഡിസ്കൗണ്ട് എന്നുള്ളത്, ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. നോക്കിയേ, മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 160 മൈനസ് 120 എത്ര കിട്ടും, 40 ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് എത്രയാണ്, 160 ഇൻറ്റു 100. ഓക്കെ, 0 കട്ട് ചെയ്തു, 4 × 4 ആണ് 16, 100/4 എന്ന് പറയുന്നത് എത്രയാണ്, 25 ആണ്. ഓക്കെ, അപ്പോൾ 25% ആണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. 12 persons can complete half of a work in 9 days. How many persons can complete the same work in 6 days? ഓക്കെ, അപ്പോൾ ഇവിടെ ഹോൾ വർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? അതായത് 12 ആൾക്കാർ പകുതി വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എത്ര ദിവസം കൊണ്ട്, 9 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ട് ഫുൾ വർക്ക് ചെയ്യാൻ എത്ര പേഴ്സൺസ് വേണ്ടി വരും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡിസ്റ്റൻസിൽ ചെയ്യാം. ഇപ്പോൾ M1 D1 H1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 H2 ഡിവൈഡഡ് ബൈ W2. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ഫോമുല, ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക് ഫോമുലയാണ്. M എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെൻ ആണ്, D ഡേയ്സ് ആണ്, H ഹവേഴ്സ് ആണ്. ഉണ്ടെങ്കിൽ ഈ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, വർക്ക് എന്ന് പറയുന്നതാണ് W. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമുല. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ എത്ര പേഴ്സൺസ് ഉണ്ട്, 12 പേഴ്സൺസ് ഉണ്ട്. ഇനി ഇൻറ്റു, ഇനി ഇവിടെ ഡേയ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, അപ്പോൾ അത് എഴുതിയാൽ മതി, ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ വർക്ക്. ഇവിടെ എത്ര വർക്കാണ്, ഹാഫ് വർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, 1/2 എന്ന് എഴുതും, ഈസ് ഈക്വൽ ടു. ഇനി അടുത്തത് എത്ര പേഴ്സൺസ് വേണം എന്നാണ്, അപ്പോൾ അത് M എന്ന് തന്നെ ഇടുക. ഡേയ്സ് ഇവിടെ എത്രയാണ്, 6 ഡിവൈഡഡ് ബൈ
ഇവിടെ ഹോൾ വർക്കാണ്, അതുകൊണ്ട് ഹോൾ വർക്ക് ആയതുകൊണ്ട് ഇവിടെ 1 എന്ന് ഇടുക. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ എം എന്ന് പറയുന്നത് എന്തായി? ഈ 6ഉം ഈ 12ഉം ക്യാൻസൽ ചെയ്യാലോ. ഇവിടെ 2 വന്നു. ഇനി ഈ 1/2 മേലെ പോവും. അപ്പോൾ എന്തായി? എം ഈസ് ഈക്വൽ ടു 2 × 9 × 2 ഇങ്ങനെ വരും. 2 × 9 18, 18 × 2 36. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If A is 20% less than B, then what will be the value of 2B minus A divided by A? അപ്പോൾ എ എന്ന് പറയുന്നത് ബിനേക്കാളും 20% കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ കോഎഫിഷ്യൻ്റ് എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ റേഷ്യോ എടുത്താലും മതി. അപ്പോൾ എ ഈസ് 20% ലെസ് ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി 100 എടുത്തു കഴിഞ്ഞാൽ എ എത്രയായിരിക്കും? 80 ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കിയേ, 20% കുറവാണ് എ. ഓക്കെ, കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയല്ലോ. ഇനി കുറച്ചും കൂടി ചെറുതാക്കാം. 0 0 കട്ട് ചെയ്തു, 2 വെച്ച് കട്ട് ചെയ്യാം, 4, ഇവിടെ എന്താവും? 5. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ എന്തായി? 4, ബിയുടെ വാല്യൂ എന്തായി? 5. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2B മൈനസ് എ ആണ്. 2 × ബിയുടെ വാല്യൂ 5 ആണ്. 2 × 5 മൈനസ് എ 4 ആണ്, ഡിവൈഡഡ് ബൈ എ. എയുടെ വാല്യൂ 4. 2 × 5 10, 10 മൈനസ് 4 6. അപ്പോൾ ഉത്തരം എന്ത് വന്നു? 6/4. വീണ്ടും ചെറുതാക്കാം, 2 വെച്ച് കട്ട് ചെയ്യാലോ, 3/2. ഓക്കെ, 3/2 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 10 മൈനസ് 6 മൈനസ് 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2? ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എന്ത് പ്രിൻസിപ്പിളാണ്? ബോർഡ് മാസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എഴുതി പോവാം. 10 മൈനസ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, 10 മൈനസ് 6 മൈനസ് 4 എത്രയാണ്? 6 മൈനസ് 4 അങ്ങനെയാണ് എഴുതാം. 6 മൈനസ് 4 മൈനസ്, ഇനി ബ്രാക്കറ്റിൽ ആദ്യം ചെയ്ത് തീർക്കണം. 2 ഡിവൈഡഡ് ബൈ 1, 2 ഡിവൈഡഡ് ബൈ 1 എന്നുള്ളത് 2 തന്നെയാണ്, മൈനസ് 2. ഓക്കെ, ഇനി എന്ത് വന്നു? 10 മൈനസ് 2 മൈനസ് 2 ക്യാൻസലായി പോയി. അപ്പോൾ 6 മൈനസ് 4 എന്നുള്ളത് എന്താണ്? 2 ആണ്. 10 മൈനസ് 2 എത്ര വന്നു? 8 വന്നു. ഓക്കെ, അപ്പോൾ 8 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഈ ടേം? ഓക്കെ, 22 3/4 ഡിവൈഡഡ് ബൈ 14/3 ഓഫ് 8 മൈനസ് 1/5 പ്ലസ് 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ 1/2. അപ്പോൾ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഡയറക്റ്റ് എഴുതി പോവാം. 22 3/4 എത്ര? 22 3/4, 22 × 4 88, 88 പ്ലസ് 3 91. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 91/4 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 14 ഡിവൈഡഡ് ബൈ 3 ഓഫ് എന്നുള്ളത് ഇൻറ്റു എഴുതി. ഇതാണ്. ഇനി ഈ ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഓർഡർ. ഓക്കെ, അങ്ങനെയാണ് ഓർഡർ. ഇനി ഇവിടെ നോക്കിയേ, 8 മൈനസ് 1/5 അങ്ങനെ തന്നെ എഴുതി. 8 മൈനസ് 1/5 പ്ലസ് 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ 1/2. ഇതാദ്യം ചെയ്യണം. 2 ഡിവൈഡഡ് ബൈ 1/2 എന്നുള്ളത് 2 × 1/1/2 ആണ്. അതായത് 2 × 2 തന്നെയാണ്. അപ്പോൾ എന്താണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് 4 വന്നു. ഓക്കെ ആണല്ലോ. ഇനി 4 4 ക്യാൻസലായി. 8 മൈനസ് 1/5, 5 × 8 40, 40 മൈനസ് 1 39. അപ്പോൾ എങ്ങനെ വന്നു? 91/4 ഡിവൈഡഡ് ബൈ 14/3 ഇൻറ്റു 39/5. ഓക്കെ, എത്ര വന്നു? 8 മൈനസ് 1/5 എന്ന് പറയുന്നത് 5 × 8 40, 40 മൈനസ് 1 39/5. ഇനി ഇത് ഓഫ് ആയതുകൊണ്ട് ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, 91 ഡിവൈഡഡ് ബൈ 4, 91 ഡിവൈഡ് ബൈ 4 ഡിവൈഡഡ് ബൈ, ഇനി ഇത് ഒരുമിച്ച് എഴുതാം, 14 × 39 ഡിവൈഡഡ് ബൈ 3 × 5. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യുക? 91 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു, ഇനി ഇതെല്ലാം ഒറ്റ ടേമാണ്, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, ഇൻറ്റു 3 × 5 ഡിവൈഡഡ് ബൈ 14 × 39. ഓക്കെ ആണല്ലോ. ഇനി ക്യാൻസൽ ചെയ്യാം. ഇത് 7 വെച്ച് ക്യാൻസൽ ചെയ്യാം. 7 × 13 ആണ് 91, 7 × 2 ആണ് 14. ഓക്കെ, 13 × 3 ആണ് 39. ഈ 3യും
ഈ 3 ക്യാൻസൽ ചെയ്തു. അവസാനം എന്തോന്നു, ഇവിടെ ഒരു 5 ഉണ്ട്. 5 ഡിവൈഡഡ് ബൈ ഇവിടെ 4 ഉണ്ട്, 2 ഉണ്ട്. 4 into 2 8. ഓക്കെ, 5/8 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഗിവിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് 25%, എ ഷോപ്കീപ്പർ ഏൺസ് 40% പ്രോഫിറ്റ്. മാർക്ക് പ്രൈസ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്? ഓക്കെ, അപ്പോൾ 25% ഡിസ്കൗണ്ടിന് ശേഷം ആ ഷോപ്പ് കീപ്പറിന് എന്തായാലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അത് എത്രയാണ്? 40%. അങ്ങനെയാണെങ്കിൽ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും എത്ര ശതമാനം കൂടുതലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കി, അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ഡയറക്റ്റ് ഫോർമുല, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഓക്കെ, ഇതങ്ങോട്ട് ചെയ്താൽ മതി. ഇതാണ് ഫോർമുല. അപ്പോൾ നമുക്ക് നോക്കാം, മാർക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 40. അപ്പോൾ 100 പ്ലസ് 40 140. ഇനി ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? 25. അപ്പോൾ 100 മൈനസ് 25 എത്രയാണ്? 75. ഓക്കെ ആണല്ലോ. ഇനി 5 വെച്ച് കട്ട് ചെയ്യാം. 5 into 2 10, റിമൈൻഡർ 4 40, 5 into 8 40, 28. ഇനി 5 into 15 ആണ് 75. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 28. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 15. ഓക്കെ ആണല്ലോ. ചോദിച്ചിരിക്കുന്നത് മാർക്ക് പ്രൈസ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, കോസ്റ്റ് പ്രൈസ് 15, മാർക്ക് പ്രൈസ് 28. എത്ര കൂടുതലാണ്? 13 കൂടുതലാണ്. എവിടെ നിന്നാണ് കൂടുന്നത്? 15 നിന്നാണ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 100. 13/15 ഇൻറ്റു 100. 5 വെച്ച് കട്ട് ചെയ്യാം. ഇത് എത്രയായി? 3. ഇത് എത്രയായി? 20. 20 ഇൻറ്റു 13 എത്രയാണ്? 2 ഇൻറ്റു 13 26 ആണ്. അപ്പോൾ എന്ത് വന്നു? 260 ഡിവൈഡഡ് ബൈ 3 എന്ന് വന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, 26 ഡിവൈഡഡ് ബൈ 3 ഫസ്റ്റ് 8 ആണ്. ഓക്കെ, ഇനി ഇവിടെ ആകെ 2 ഓപ്ഷനുള്ളൂ, 80ഉം 86 പോയിൻറ്റ് സംതിങ്ങും. ഇവിടെ നോക്കിയാൽ 3 ഇൻറ്റു 80 240 ആണ്. അപ്പോൾ ഇതെന്തായാലും വരില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് 86 പോയിൻറ്റ് സംതിങ് വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 260 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 86.67 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Mohit starts moving from place A and reaches place B in 12 hours. He covers 1/5 part of the total distance at the speed of 6 km/h and covers the remaining distance at the speed of 8 km/h. What is the distance between A and B? Okay, അപ്പോൾ മോഹിത്ത് എയിൽ നിന്നും ബിയിലേക്ക് പോവുകയാണ്. എത്ര 12 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷേ അയാൾ എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയാൽ ഒരു ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ 1/5 പാർട്ട് ഒരു സ്പീഡിൽ, അതായത് 6 km/h എന്ന സ്പീഡിലും ബാക്കി ഭാഗം 8 km/h സ്പീഡിലുമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എന്നുള്ളത് എക്സ് ആയിട്ട് എടുക്കാം. ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഫസ്റ്റ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1/5 ഓഫ് ദി ഫസ്റ്റ് പാർട്ടാണ്. അത് 1/5 ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് x/5 ആണ്. x/5 ഡിസ്റ്റൻസ് ആണ്. റിമൈനിങ് പാർട്ട് എത്രയായിരിക്കും? എക്സിൽ നിന്ന് തന്നെ ഇത് കുറയ്ക്കുക. റിമൈനിങ് എന്ന് പറയുന്നത് 4x/5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതി പോവാം. അപ്പോൾ ആദ്യം കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? x/5. ഇത് ഏത് സ്പീഡിലാണ് പോയത്? 6 km/h അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. അപ്പോൾ ആ സമയത്ത് ടൈം കിട്ടി. പ്ലസ് ഇനി റിമൈനിങ് ഡിസ്റ്റൻസ് എത്രയാണ്? 4x/5 ആണ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത സ്പീഡ് എത്രയാണ്? ഏത് സ്പീഡിലാണ് കവർ ചെയ്ത്? 8. അപ്പോൾ അടിയിൽ 8 വന്നു, സ്പീഡ് വന്നു. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വന്നു. അപ്പോൾ ഇതെന്തായി? T1 + T2 ടോട്ടൽ ടൈമായി. ടോട്ടൽ ടൈം എടുത്തത് എത്രയാണ്? 12. ഓക്കെ, 12 ആണ് ടോട്ടൽ ടൈം. ഓക്കെ ആണല്ലോ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. 4 വെച്ച് തന്നെ കട്ട് ചെയ്യാം. നമുക്ക് 4 × 2 ആണ് 8. അപ്പോൾ എന്ത് വന്നു? x/5 × 6 30 പ്ലസ് x/10 = 12. ഓക്കെ, ഇവിടെ 30 ഇവിടെ 10 LCM സെയിം ആക്കുക.
ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വന്നു? എക്സ് പ്ലസ് 3x. എക്സ് പ്ലസ് 3x എത്രയാണ്? 4x. അപ്പോൾ നോക്കിയാൽ 4x ബൈ LCM എത്രയാണ്? 30. 4x ബൈ 30 ഈക്വൽ ടു 12. ഓക്കെ, 4x ബൈ 30 ഈക്വൽ ടു 12. ഇവിടെ നോക്കിയാൽ ഈ 4ഉം 12ഉം ക്യാൻസൽ ചെയ്യാം. 4 × 3 ആണ് 12. ഈ 30 × 3 എന്ന് പറയുന്നത് 90 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 90. ഓക്കെ, അപ്പോൾ 90 കിലോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓപ്ഷൻ വെച്ച് ചെയ്യാനാണെങ്കിൽ ആദ്യം ഒരു ഡിസ്റ്റൻസ് പിക്ക് ചെയ്യുക, 90. 90യുടെ 1/5 പാർട്ട് എടുക്കുക. 90യുടെ 1/5 പാർട്ട് എത്രയാണ്? 18 ആണ്. ഈ 18 കവർ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 6 km/h ആണ്. അപ്പോൾ 18/6 പ്ലസ്, അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 90ൽ നിന്ന് 18 കുറയ്ക്കുക, അത് 4/5 ആയിരിക്കും. എത്രയാ? 72. ഓക്കെ, ഇത് ഏത് സ്പീഡിലാണ് കവർ ചെയ്യുന്നത്? 8. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ ടൈം കിട്ടുന്നു, അതായത് 12 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കിയേ, 6 × 3 ആണ് 18, 8 × 9 ആണ് 72, 9 + 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഉത്തരം എന്താ? 90. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. എ സം ഓഫ് ₹4,200 becomes ₹5,082 in 3 years at a simple interest. What is the rate of interest per annum? ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമുല എന്താണ്? I is equal to PRT divided by 100. ഓക്കെ ആണല്ലോ. ഇനി ആ 5,082 എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ ആണ്. A മൈനസ് P, അതായത് 5,082 മൈനസ് 4,200. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 2, 8, ഇവിടെ 10 മൈനസ് 2, 8. 882 ആണ് ഇൻട്രസ്റ്റ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 882 ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൾ എത്രയാണ്? 4,200 ഇൻറ്റു റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഇൻറ്റു ടൈം എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇനി 0 0 ക്യാൻസൽ ചെയ്തു. ഇനി ഈ 3 പോകുന്ന നോക്കാം. ഈ 3യും 882 പോകുന്ന നോക്കാം. ഇവിടെ നോക്കിയേ, 3 × 2 6, 28 വന്നു. 3 × 9 27, 12 വന്നു, 4. ഓക്കെ, അപ്പോൾ 3 × 294 ആണ് 882. അപ്പോൾ R ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 294 ഡിവൈഡഡ് ബൈ 42 ആണ് നമ്മുടെ R. ഓക്കെ, ഇനി ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. 8, 9, 5, 7. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. 2നെ എന്ത് ഗുണിച്ചാലാണ് 4 വരിക? ഒന്നില്ലെങ്കിൽ 2 വന്നം, അല്ലെങ്കിൽ 7 വന്നം അല്ലേ? 2 × 2 4, 2 × 7 14. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 2 ഒന്നുമില്ല, 7 ആണുള്ളൂ. അപ്പോൾ 7 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് സമയം കളയുന്നില്ല. 294 ഡിവൈഡ് ബൈ 42, 7 ആണ് ആൻസർ. നിങ്ങൾ 42 × 7 ചെയ്ത് നോക്കിക്കോളൂ, 294 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 7 ആണ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. The compound interest on a sum for the 4th year is ₹6,000 and compound interest for the 5th year is 6,750. 6,750. ഓക്കെ, വിട്ടുപോയതാണ്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 4th ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നിട്ട് എത്രയാണ്? 6,000. തൊട്ടടുത്ത വർഷം എത്രയായി? 6,750. ഓക്കെ, അപ്പോൾ എത്ര ശതമാനം കൊണ്ടാണ് അത്ര ആയെന്ന് നോക്കിയാൽ മതി. അതാണ് നമ്മുടെ റേറ്റ്. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് 6,750 മൈനസ് 6,000 ഡിവൈഡഡ് ബൈ 6,000 ഇൻറ്റു 100. ഇതാണ് റേറ്റിൻ്റെ ഫോമുല. ഓക്കെ, തൊട്ടടുത്തുള്ള വർഷങ്ങളിലെ കോമ്പൗണ്ട് തരാണെങ്കിൽ എത്ര വ്യത്യാസം വന്നെന്ന് നോക്കുക. 6,000 6,750, വ്യത്യാസം 750 ആണ്. എവിടെ നിന്നാണ്? 6,000 നിന്നാണ് ഇൻറ്റു 100. ഇതാണ് ഫോർമുല. അപ്പോൾ എത്ര വന്നു ഡിഫറൻസ്? 750 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 0 കട്ട് ചെയ്യാം, ഡിവൈഡഡ് ബൈ 60 വന്നു. ഓക്കെ, 0 0 കട്ട് ചെയ്തു. ഇനി ഇവിടെ നോക്കിയാൽ 75 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, പൂർണ്ണമായിട്ട് എന്തായാലും ഹരിക്കാൻ പറ്റില്ല, പോയിന്റ് വരും. അപ്പോൾ ഇവിടെ പോയിന്റ് വരുന്ന ആകെ ഒരേ ഒരു ഓപ്ഷനുള്ളൂ, ഇതാണ്. അപ്പോൾ 12.5 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഗസ് ചെയ്യാം. ഇനി 3 വെച്ച് കട്ട് ചെയ്യാം. 3 × 2 6, 3 × 25 ആണ് 75. 25/2 എന്ന് പറയുന്നത് 12.5 ആണ്. ഓക്കെ, അപ്പോൾ 12.5 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആൻഡ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 നമ്പേഴ്സ് 16 and 20? അപ്പോൾ 16 and 20യുടെ HCFും LCMും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ 16ഉം 20.
ഫസ്റ്റ് വൺ HCF. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഈ രണ്ട് നമ്പറിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് ഈ രണ്ടിനെയും ഹരിക്കാൻ പറ്റണം. ഓക്കെ, അതായത് ഇതിൻ്റെ ഫാക്ടർ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ നിങ്ങൾക്ക് അറിയായിരിക്കും. 16, 20 എത്രയാണ്? 4 ആണ് അല്ലേ? 4 × 4 16, 4 × 5 20. ഓക്കെ, വേറെ ഫാക്ടർ ഒന്നുമില്ല. അപ്പോൾ HCF എന്ത് വന്നു? 4 വന്നു. ഇനി LCM എന്തായിരിക്കും? LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് 16ഉം 20ഉം കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, 16ഉം 20ഉം. അതിൻ്റെ LCM എങ്ങനെ കണ്ടുപിടിക്കും? 16ഉം 20ഉം ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 16 എന്ന് പറയുന്നത് 4 × 4, 20 എന്ന് പറയുന്നത് 4 × 5. ഈ രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്തേ. ഇവിടെ 4 കോമൺ ആണ്, ഇവിടെ 4 കോമൺ ആണ്. നമ്മൾ ഈ വലിയ നമ്പർ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ചെറിയ നമ്പറിൽ ഇല്ലാത്ത ഫാക്ടർ, ചെറിയ നമ്പറിൽ ഉള്ള ഫാക്ടർ ഇവിടെ ഇല്ലെങ്കിൽ അത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കിയാൽ അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തു, 4 4ഉം കമ്പയർ ചെയ്തു പോയി. ഇനി അടുത്ത ഫാക്ടർ ഒരു 4 ആണ്. ഇവിടെ വേറെ 4 ഇല്ല, 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 20 × 4 80 ആയിരിക്കും LCM. ഓക്കെ, അപ്പോൾ LCM എന്ന് പറയുന്നത് എത്രയായി? 80. ചോദിച്ചിരിക്കുന്നത് HCFൻ്റെയും LCMൻ്റെയും റേഷ്യോ ആണ്. സോ HCF ഈസ് ടു LCM ഈസ് ഈക്വൽ ടു 4:80. എത്രയാണ് 4:80 എന്ന് പറയുന്നത്? കട്ട് ചെയ്യാലോ. 4 × 2 8 ആണ്. അപ്പോൾ 1:20 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1:20. അടുത്ത ക്വസ്റ്റ്യൻ. The sides of a triangle are in the ratio 4:3:2. If the perimeter of the triangle is 63, then what will be the length of the largest side? അപ്പോൾ ലാർജസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ ആ റേഷ്യോ തന്നെ നമുക്ക് പിക്ക് ചെയ്യാം. ലാർജസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. പിന്നെ പെരിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, എത്രയാണ്? 63. അപ്പോൾ സൈഡിൻ്റെ റേഷ്യോ 4:3:2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈഡിൻ്റെ സമ്മാണ് പെരിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ സം എടുക്കുക. 4 + 3 7, 7 + 2 9. ഈ 9 യൂണിറ്റ്സ് ആയിരിക്കും പെരിമീറ്റർ. എത്രയാ? 63. അപ്പോൾ 1 യൂണിറ്റ് എത്രയാണ്? 63 / 9 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, വേണ്ടത് ലാർജസ്റ്റ് സൈഡാണ്. ലാർജസ്റ്റ് സൈഡ് ഇവിടെ 4 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 4 എന്ന് പറയുന്നത് 7 × 4 എത്രയാ? 28. ഓക്കെ, 28. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. A and C together can complete a work in 120 days. C and E together can complete the same work in 80 days. A and E together can complete the same work in 160 days. In how many days A, C and E together can complete the work? എന്താണ് ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക് ഫോർമുലാസ്? എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഓക്കെ, എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. ഇത് മൂന്നുമാണ് ബേസിക് ഫോർമുലാസ്. ഓക്കെ, നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് എഴുതി പോവാം. എ ആൻഡ് സി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 120 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അടുത്തത് സി ആൻഡ് ഇ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 80 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അടുത്തത് എ ആൻഡ് ഇ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 160 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 ഡേയ്സിൻ്റെയും LCM ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ 0 ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ അപ്പോൾ 12, 8, 16 ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ വർക്കായിട്ട് എടുക്കുക. ഓക്കെ, LCM തന്നെ വേണമെന്നില്ല. അപ്പോൾ നമുക്ക് എഫിഷ്യൻസിയിൽ മാറ്റം വരുന്നുള്ളൂ, നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക. ഇവിടെ നോക്കിയാൽ 12, 8, 16 48 ഹരിക്കാൻ പറ്റുക അല്ലേ? 12 4 48, 8 6 48, 16 3 48. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു 0 വന്നുകൊണ്ട് 480 എടുക്കാം. അപ്പോൾ 480 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി എങ്ങനെ വരും? എ ആൻഡ് സിയുടെ എഫിഷ്യൻസി എത്രയാ? 4. സി ആൻഡ് ഇയുടെ എഫിഷ്യൻസി എത്രയാ? 6. ഇനി എ ആൻഡ് ഇയുടെ എഫിഷ്യൻസി എത്രയാ? 3. ഓക്കെ, എഫിഷ്യൻസിയുടെ ഫോർമുല നോക്കിയാൽ വർക്ക് ബൈ ടൈം ആണ്. 480 / 120 4, 480 / 80 6, 480 / 160 3. ഓക്കെ, അപ്പോൾ ഇവരുടെ എഫിഷ്യൻസീസ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? എല്ലാവരുടെ എഫിഷ്യൻസി ആഡ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ എഫിഷ്യൻസി എടുക്കുക. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 4 + 6 10, 10 + 3 13. പക്ഷേ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എ 2 തവണയുണ്ട്, സി 2 തവണയുണ്ട്, ഇനി അടുത്ത് ഇ 2 തവണയുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും എഫിഷ്യൻസി വരിക? 2 × A +
സി പ്ലസ് ഇ ഈക്വൽ ടു 13 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നോക്കി എ പ്ലസ് സി പ്ലസ് ഇ എന്ത് കിട്ടി? എ പ്ലസ് സി പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ 13 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 13 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എയും സിയും ഇയും അവരുടെ എഫിഷ്യൻസി കിട്ടി. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടൈമാണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് എത്രയായിരുന്നു? 480 ഡിവൈഡ് ബൈ അവരുടെ എഫിഷ്യൻസി എത്രയാണ്? 13 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ 2 മുകളിലേക്ക് വരും. 480 ഇൻറ്റു 2 എന്ന് പറയുന്നത് 960 ആണ്. 960 ഡിവൈഡഡ് ബൈ 13. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Ramesh purchases 75 articles for ₹10800 and sells them at a loss equal to the selling price of 5 articles. What will be the selling price of 1 articles? അതായത് രമേശ് എന്ന് പറയുന്ന ആൾ 75 ആർട്ടിക്കിൾ പർച്ചേസ് ചെയ്യാണ്. എത്ര രൂപയ്ക്ക്? 10,800 റുപ്പീസിന് അല്ലേ? എന്നിട്ട് അദ്ദേഹം അതെന്ത് ചെയ്തു? അത് സെല്ല് ചെയ്തു. പക്ഷേ എന്ത് പറ്റി? ലോസ് കിട്ടി. അതായത് 5 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് ലോസ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കി 75 ആർട്ടിക്കിൾ അദ്ദേഹം വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്? 10,800 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആർട്ടിക്കിൾ എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക? 10,800 ഡിവൈഡഡ് ബൈ 75. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 10,800 എന്ന് 108 ഇൻറ്റു 100 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 75 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി 25 വെച്ച് കട്ടിയാലോ? 25 ഇൻറ്റു 4 100 ആണ്. 25 ഇൻറ്റു 3 എത്രയാണ്? 75 ആണ്. ഇനി 108 ഡിവൈഡ് ബൈ 3 നിങ്ങൾ ചെയ്ത് നോക്കുക. 108 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 36 ആണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് എ ആർട്ടിക്കിൾ, കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ എത്ര കിട്ടി? 36 ഇൻറ്റു 4 144 എന്ന് കിട്ടി. ഇത് ഓർത്തിരിക്കുക. ഒരു ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 144 ആണ്. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ആ കണ്ടീഷനിലേക്ക് വരാം. ഇവിടെ നോക്കിയേ, 75 ആർട്ടിക്കിൾസിൻ്റെ കച്ചവടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ്? ലോസ് ആണ്. അപ്പോൾ ലോസിൻ്റെ ബേസിക് ഫോർമുല എന്താണ്? ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനേക്കാളും കൂടുതലാണ് അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും ലോസ്. അപ്പോൾ അത് നമ്മളിവിടെ എടുത്ത് എഴുതുകയാണ്. 75 ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസ്, ഓക്കെ, മൈനസ് 75 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എന്താ? ലോസ് ആണല്ലോ. പക്ഷേ ഇവിടെ ലോസ് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 5 ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ 5 ഇൻറ്റു SP ആണെന്ത്? ലോസ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 75 CP ഈസ് ഈക്വൽ ടു ഈ മൈനസ് 75 SP അങ്ങോട്ട് പോയാൽ പ്ലസ് 75 ആവും. ഇനി 75 പ്ലസ് 5 എത്രയാണ്? 80 SP. ഓക്കെ, ഇനി റേഷ്യോ ഒന്ന് എടുത്ത് നോക്കിയേ. CP ബൈ SP ഈസ് ഈക്വൽ ടു എത്ര വന്നു? 80 ഡിവൈഡഡ് ബൈ 75 എന്ന് വരും. ഓക്കെ, 80 ഡിവൈഡ് ബൈ 75. 5 വെച്ച് കട്ട് ചെയ്താൽ ഇത് എത്രയാണ്? 16 ആണ്. 5 ഇൻറ്റു 16 ആണ് 80. 5 ഇൻറ്റു 15 ആണ് 75. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എത്ര കിട്ടിയത്? 144 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ നോക്കിയേ, ഈ 16ൻ്റെ സ്ഥാനത്താണ് 144 അല്ലേ? 16ൻ്റെ സ്ഥാനത്താണ് 144. അപ്പോൾ 16 ഇൻറ്റു എന്ത് ഗുണിച്ചാലാണ് 144 കിട്ടുക? 16 ഇൻറ്റു 9 ഗുണിച്ചാലാണ് 144 കിട്ടുക. അപ്പോൾ 15 ഇൻറ്റു 9 തന്നെയായിരിക്കും എന്ത്? സെല്ലിംഗ് പ്രൈസ്. അത് എത്രയാണ്? 15 ഇൻറ്റു 9 എന്ന് പറയുന്നത് 135 ആണ്. ഓക്കെ, ഓപ്ഷൻ ബി 135 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ഏതായാലും മതി. 16 യൂണിറ്റിൻ്റെ വിലയാണ് 144. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 144 ഡിവൈഡ് ബൈ 16 ആണ്. അത് എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 9 ഇൻറ്റു 16 144 ആണ്. അപ്പോൾ നോക്കിയാൽ 15ൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. 15 ഇൻറ്റു 9. ഓക്കെ, 15 ഇൻറ്റു 9. ഇവിടെ നോക്കിയാൽ 5ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ എന്തായാലും യൂണിറ്റ് ഡിജിറ്റ് 5 വരുള്ളൂ. ഒരൊറ്റ ഓപ്ഷനുള്ളൂ, 135. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The length, breadth and height of a room are 16, 12 and 15 meter. What will be the length of the largest rod that can be placed in the room? ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ്, അതായത് ഒരു റൂമിൽ വയ്ക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് റോഡിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ അതെന്താണ്, ഒരു ക്യൂബോയിഡ് പോലെയാണ് അല്ലേ. 3 ഡയമെൻഷൻ തന്നിട്ടുണ്ട്, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ലെങ്ത്ത് എത്രയാണ്? 16, ബ്രെഡ്ത്ത് 12, ഹൈറ്റ് എത്രയാണ്? 15. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ ഇതിനൊരു ഫോർമുല ഉണ്ട്. വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് റോഡ്. അതിൻ്റെ ഫോർമുല √L² പ്ലസ് B² പ്ലസ് H². ഓക്കെ, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √16² പ്ലസ് 12² പ്ലസ് 15². ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഇനി ഇതല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒറ്റയടിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ ഒന്ന് നോക്കിയാൽ ഇവിടെ 8 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ച് ഇത് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ 16² ആണ് അല്ലേ, 16ൻ്റെ സ്ക്വയർ. അപ്പോൾ 6 സ്ക്വയർ എടുത്താലും 36 ആണ് കിട്ടുക. അപ്പോൾ അവിടെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. ഇനി ഇവിടെ നോക്കിയാൽ 12 സ്ക്വയർ ആണ്, അതായത് 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എത്ര കിട്ടുക? 4 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. ഇനി 15ൻ്റെ എന്ത് സ്ക്വയർ എടുത്താലും യൂണിറ്റ് ഡിജിറ്റ് 5 വരിക. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 5. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയേ, 6 + 4 10, 10 + 5 15. അവിടെയും യൂണിറ്റ് ഡിജിറ്റ് 5 ആണ് വരിക. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് യൂണിറ്റ് ഡിജിറ്റ് 5 വന്നാൽ ഉത്തരം എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ നോക്കിയേ 25 ആയിരിക്കും ആൻസർ. ഓക്കെ, നിങ്ങളൊന്ന് നോക്കുക. നമുക്ക് അല്ലാതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 16ൻ്റെ സ്ക്വയർ എത്രയാണ്? 256. 12ൻ്റെ സ്ക്വയർ 144. 15ൻ്റെ സ്ക്വയർ 225. സം എടുത്ത് നോക്കാം. 6 4 10, 10 + 5 15, 10 12, 3 4 6. കണ്ടോ, 625 വരും. √625 എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, അപ്പോൾ 25 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. The volume of right circular cone is 2464 cm3. If the height of that cone is 12 cm, then what will be the radius of its base? അപ്പോൾ ഞാൻ കഴിഞ്ഞ GD സെഷനിൽ, അതായത് കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, മെൻസുറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അതായത് നമ്മൾ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr², അല്ലേ. അപ്പോൾ ചില ഏരിയാസ് വന്നാൽ നമുക്ക് റേഡിയസ് എന്താണ്? ഇപ്പോൾ റേഡിയസ് 7 ആണെങ്കിൽ ഏരിയ 154 ആയിരിക്കും. റേഡിയസ് 14 ആണെങ്കിൽ ഏരിയ 616 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 21 ആണെങ്കിൽ ഈ ഏരിയ, 35 ആണെങ്കിൽ ഈ ഏരിയ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. റേഡിയസ് 7 ആണെങ്കിൽ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് വെച്ചാൽ πr² അല്ലേ. πr² എന്ന് പറയുന്നത് 154 ആയിരിക്കും. ഇനി ഏരിയ റേഡിയസ് 14 ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? πr². നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഏരിയ എന്ന് പറയുന്നത് 616 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ 7, 14, 21, 35, 28 അതിനൊക്കെ എത്ര ഏരിയ വരുമെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുക. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നോക്കിയേ, ഇവിടെ വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോണാണ് തന്നിട്ടുള്ളത്. കോണിൻ്റെ വോളിയം എന്താണ്? 1/3 πr²h ആണ്. ഓക്കെ, 1/3 πr²h. അപ്പോൾ ഇതിൽ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ πr² എന്ത് വരും? πr² എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, വോളിയം ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ വോളിയം എന്താണ്? വോളിയം 2464 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ഹൈറ്റ് എത്രയാണ്? 12. ഓക്കെ, ഇവിടെ നോക്കിയാൽ 3 × 4 ആണ് 12. ഇതൊന്ന് ചെയ്ത് നോക്കുക. 2464 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 4 6 24, 4 1 4, 24, 4 6 24. കണ്ടോ, 616 ആണ് എന്ത് വരിക? πr² എന്ന് വരിക. 616 എന്നെങ്കിൽ റേഡിയസ് എത്ര ആയിരിക്കും? 14. കണ്ടോ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഇനിയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി അത് വയ്യെങ്കിൽ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് r² കണ്ടുപിടിക്കുക. r² എന്ന് പറയുന്നത് 14ൻ്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് 14 തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി വേണമെങ്കിൽ നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ വോളിയം എത്രയാണ്? വോളിയം എന്ന് പറഞ്ഞാൽ 2464 ആണ്. 2464 ഈസ് ഈക്വൽ ടു 1/3 പൈ എന്ന് പറയുന്നത് 22/7 ആണ് ഇൻറ്റു r². ഹൈറ്റ് എത്രയാണ്? 12 ആണ്. ഓക്കെ, അപ്പോൾ 3 × 4 ആണ് 12. ഇനി
ഇതെന്ത് കിട്ടി? ഇതിപ്പോൾ നമ്മൾ ചെയ്തതാണ് 616 ആണ്. ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സ്ക്വയർ 616 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 22. ഓക്കെ, ഈ 7 ഇങ്ങോട്ട് വരും, ഈ 22 താഴെ പോകും. ഓക്കെ ആണല്ലോ. ഇനി 22 എന്ന് പറയുന്നത് 11 ഇൻറ്റു 2 ആണ്. അപ്പോൾ 11 വെച്ച് ഹരിച്ച് നോക്കിയാൽ 11 ഇൻറ്റു 2 ആണ് 22. 11 ഇൻറ്റു ഇത് എത്ര വരും? 56 ആണ് 616. ഇനി 56/2 എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. അപ്പോൾ നോക്കിയേ, ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 28 ഇൻറ്റു 7. നിങ്ങൾ ഗുണിച്ച് നോക്കരുത്, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് 28 എന്ന് പറയുന്നത് 7 ഇൻറ്റു 4, ഇനി ഇവിടെ ഇൻറ്റു 7 ഉണ്ട്. ഓക്കെ, അത് എഴുതി. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 7 ഇൻറ്റു 4 ആണ്. സോറി, 7 ഇൻറ്റു 4 ഇൻറ്റു 7 ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 7 കമ്പയർ ചെയ്ത് ഒരു 7 എടുക്കുക. ഈ 4ൻ്റെ റൂട്ട് 2 ആണ്. ഓക്കെ, അതായത് ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടായിരിക്കും. അപ്പോൾ 2 7 വന്നാൽ 7 ഇൻറ്റു 7 49, അതിൻ്റെ റൂട്ട് 7 അല്ലേ? അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 7 ഇൻറ്റു 7 ഒരു 7 എടുക്കുക. 4ൻ്റെ റൂട്ട് 2 ആയിരിക്കും. 7 ഇൻറ്റു 2 14 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ആണ്. വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് 1232 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് 24 സെൻറ്റിമീറ്റർ, ദെൻ വാട്ട് വിൽ ബി ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് ബേസ്? ഓക്കെ, അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഓക്കെ, വോളിയം 1232 ഈസ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ അങ്ങനെ തന്നെ ഇടുക, ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 24. ഓക്കെ, നോക്കിയേ, 24 ഡിവൈഡ് ബൈ 3 എത്രയാ? 8. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിയേ, പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1232 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ഹരിച്ച് നോക്കുക. 8 ഇൻറ്റു 1 8, ഇവിടെ 4 റിമൈൻഡർ കിട്ടും, 43. 8 ഇൻറ്റു 5 എത്ര? 40. 3 റിമൈൻഡർ കിട്ടും, 32. 8 ഇൻറ്റു 4 32. ഓക്കെ, അപ്പോൾ 154 പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ 154 വന്നെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ 12-year boy is replaced by a new boy, then the average age of 18 boys increases by 1.5 years. What is the age of new boy? ഓക്കെ, അതായത് ഒരു 12-year ബോയ് പുതിയ, അതായത് ഒരു 12-year ബോയിനെ മാറ്റിയിട്ട് പുതിയ ആളെ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് മാറ്റം വരിക? അതുവരെ ഉണ്ടായ ആവറേജിൽ നിന്ന് 1.5 കൂടുകയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാ? ആ പുതിയ ആളുടെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ നോക്കിയേ, 18 ബോയ്സിൻ്റെ ആവറേജ് എ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സ്പെസിഫിക് ആവറേജ് ആണെന്ന് വിചാരിക്കുക. ഇനി അതിൽ നിന്ന് ഒരു 12-yearകാരനെ എടുത്തു കളഞ്ഞിട്ട് വേറെ ഒരാളെ കൊണ്ടുവരുവാണ്. അപ്പോൾ എന്ത് പറ്റി? അപ്പോഴും ആൾക്കാർ 18 തന്നെ, പക്ഷേ മാറ്റം എന്ത് പറ്റി? ആവറേജിൽ നിന്ന് 1.5 കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എത്രയാണോ, അപ്പോൾ നോക്കിയാൽ, അപ്പോൾ 18 ബോയ്സിൻ്റെ ആവറേജിൽ നിന്നും 1.5 ഓരോരുത്തർക്കും വെച്ച് കൂടി. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര പേർക്ക് കൂടിയിട്ടുണ്ട്? 1.5 ഇൻറ്റു 18 ബോയ്സിനാണ് കൂടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ 18 ബോയ്സിൻ്റെ ആവറേജ്, 18 ബോയ്സിൻ്റെ എല്ലാവരുടെ ആവറേജ് എ, അല്ലെങ്കിൽ എല്ലാവരുടെ ഏജ് എ ആണെന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ, എ എ എ അവസാനം 18 ആവറേജും ഏജും എ തന്നെ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എ വന്നാൽ ആവറേജ് എന്തായിരിക്കും? ആവറേജും എ തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കി, ഇനി റീപ്ലേസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഓരോരുത്തർക്കും 1.5 കൂടിയാൽ മാത്രമാണ് ആവറേജും 1.5 കൂടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കി, അപ്പോൾ ഇവനും പ്ലസ് 1.5 കൂടി, ഇവനും പ്ലസ് 1.5 കൂടി, അങ്ങനെ 18 പ്ലസ് 1.5 കൂടി. ഓക്കെ, അപ്പോൾ നോക്കിയേ എത്ര പേർക്കാണ്? അപ്പോൾ മൊത്തത്തിൽ ഉണ്ടാവുന്ന മാറ്റം എത്രയാണ്? 18 ഇൻറ്റു 1.5. ഓക്കെ, 18 പേർക്കും 1.5 വെച്ച് കൂടിയപ്പോൾ മൊത്തത്തിൽ ഉണ്ടാവുന്ന മാറ്റം എത്രയാണ്? 18 ഇൻറ്റു 1.5. അത് ബാലൻസ് ചെയ്യുന്ന ആരാണ്? ഈ 12-year ബോയ് ആണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, 18 ഇൻറ്റു 1.5 പ്ലസ് 12 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, 18 ഇൻറ്റു 1.5 എത്രയാണ്? 18 ഇൻറ്റു 1.5 എന്ന് പറയുന്നത് 3/2 ആണ്. എത്ര കിട്ടും? 18/2 എത്രയാണ്? 9. 9 ഇൻറ്റു 3 എന്ന് പറയുന്നത് 27 ആണ്. 27 പ്ലസ് 12 എത്രയാണ്? 39. ഓക്കെ, 39 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡോഗ്.
ഓക്കെ, ഇനി കൺവെൻഷണൽ രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ 18 എത്ര ബോയ്സ് ഉണ്ട്? 18 ബോയ്സ് ഉണ്ട്. 18 ബോയ്സിൻ്റെ സമ്മ് എസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആവറേജിൻ്റെ ഫോർമുല എന്താ? സം ബൈ നമ്പർ അല്ലേ, ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ. എത്ര പേരുണ്ട്? 18. ആവറേജ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സം എന്ന് പറയുന്നത് എന്ത് കിട്ടി? സം എന്ന് പറയുന്നത് 18 ഇൻറ്റു എ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. സം എന്ന് പറയുന്നത് 18 ഇൻറ്റു എ എന്ന് കിട്ടി. ഓക്കെ, ഇനി സം 18A ആണ്. ഇവിടുന്ന് 12 ഇയർ ബോയിനെ റീപ്ലേസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ 12 ഇയർ ബോയ് പോയി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? -12 എന്ന് എഴുതി. ഓക്കെ, പ്ലസ് പുതിയ ബോയ് വരികയാണ്, അപ്പോൾ അവൻ്റെ ഏജ് ബി എന്ന് എഴുതി, പ്ലസ് ബി. ഓക്കെ ആണല്ലോ. ഇനി ഡിവൈഡഡ് ബൈ, ഇനി മൊത്തത്തിൽ എത്ര പേരുണ്ട്? 18 പേര് തന്നെ ഉണ്ട്. ഡിവൈഡ് ബൈ 18 ഈസ് ഈക്വൽ ടു ആവറേജ് അല്ലേ. ഇത് സമ്മ്, ഇത് നമ്പർ, ആവറേജ് എന്തായി? ആവറേജ് എന്ന് പറയുന്നത് A+1.5 തന്നെയാണ്. ഓക്കെ, A+1.5 ആണ്. കാരണം ആവറേജിന് എന്ത് മാറ്റം വന്നു? ആവറേജിന് 1.5 ഇയർ വെച്ച് കൂടി അല്ലേ. ആവറേജ് ഇൻക്രീസസ് ബൈ 1.5. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 18A - 12 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 18A പ്ലസ് 18 ഇൻറ്റു 1.5 എത്രയാണ്? നമ്മളിപ്പോൾ ചെയ്തതാണ് 27. ഓക്കെ, 18 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 27 ആണ്. ഇവിടെ നോക്കിയേ, 18A ക്യാൻസൽ ചെയ്തു. ഈ -12 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? +12 ആയി. അപ്പോൾ ബി എന്ന് പറയുന്നത്, ബോയുടെ ഏജ് എന്ന് പറയുന്നത് 27 + 12 എത്ര വന്നു? 39 വന്നു. ഓക്കെ, 39 ആണ് ആൻസർ. അപ്പോൾ കൺവെൻഷണൽ രീതിയിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം മറ്റേ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ആവറേജിൽ ഒരാളുടെ ഓരോരുത്തരുടെയും ആവറേജിൽ നിന്ന് എത്രയാണോ മാറ്റം വരുന്നത് അത് മൊത്തം ബാലൻസ് ചെയ്യുന്നത് പുതുതായിട്ട് വരുന്ന ഒരാളായിരിക്കും. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ. അതായത് 1.5 ഇൻക്രീസ് ആണ് ചെയ്യുക. അപ്പോൾ മാറ്റം വരുന്നത് 18 ഇൻറ്റു 1.5 ആണ്. ടോട്ടൽ ചേഞ്ച് എത്രയാണ്? 18 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 27 ആണ്. ഈ 27 ബാലൻസ് ചെയ്യുന്നത് ഈ 12 ഇയർ ബോയിലൂടെയാണ്. അപ്പോൾ 27 + 12 39 ഉണ്ടോ? എഴുതി നമ്മൾ ശരിക്കും പറഞ്ഞാൽ എഴുതേണ്ട കാര്യമില്ല. 39 ആൻസർ കിട്ടും. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. The average of 8 numbers is 44. If a constant y is added to each number, then the average becomes 47. What is the value of y? ഓക്കെ, അപ്പോൾ നോക്കി, ഇപ്പോൾ നമ്മൾ പറഞ്ഞ് നിർത്തിയുള്ളൂ. അതായത് 8 നമ്പറിൻ്റെ ആവറേജ് 44 മൊത്തത്തിലുള്ള ആവറേജ് 47 ആയി y ആഡ് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പോൾ നോക്കിയേ, 8 പേർക്ക് 44 ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ 44 ഇവിടെ 8 പേർക്ക് 44 വന്നാലാണ് ആവറേജ് എത്ര വരിക? 44 വരിക. അങ്ങനെയാണെന്ന് സങ്കല്പിക്കുക അല്ലേ. ഇനി ഇവിടെ 47 ആകും. അപ്പോൾ എന്താണ്? +3 ആണ് ഇവിടെ ആഡ് ആവുന്നത്. പുതിയ ആവറേജ് എത്രയാവും? 47. അപ്പോൾ ഇവിടെയും എത്ര വെച്ച് കൂട്ടണം? 3 വെച്ച് കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് വരുന്നത് എത്രയാണ്? 3 ആണ്. y എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഓരോ നമ്പറിനും എത്രയാണോ ഇൻക്രീസ് വരുന്നത് ആവറേജിനും അതേപോലെ ഇൻക്രീസ് വരും. ഓക്കെ ആണല്ലോ. അതായത് എല്ലാ നമ്പറും നമ്മളിപ്പോൾ എക്സ് വെച്ച് കൂട്ടുകയെന്ന് വെച്ചോ. അപ്പോൾ ആവറേജും എന്ന് പറയുന്നത് A+X ആയിരിക്കും. ആവറേജ് +X ആയിരിക്കും പുതിയ ആവറേജ്. ഇനി എല്ലാ നമ്പറിലും നമ്മൾ എക്സ് വെച്ച് മൈനസ് ചെയ്യണമെന്ന് വെച്ചാൽ പുതിയ ആവറേജ് എത്രയായിരിക്കും? A-X ആയിരിക്കും. ആവറേജും -X ആയിരിക്കും പുതിയ ആവറേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If x is to y is equal to 7:5, y is to z equal to 7:11, then what is the ratio of x is to y is to z? Ratio and proportional question ആണ്. സിമ്പിൾ ആണ്. x, y, z എന്ന് എഴുതുക. x is to y എത്രയാണ്? 7:5. y is to z എത്രയാണ്? 7:11. ഇനി ഈ ഗ്യാപ്പൊക്കെ തൊട്ടടുത്ത നമ്പേഴ്സ് വെച്ച് ഫില്ല് ചെയ്യുക. ഇവിടെ 5 എന്ന് എഴുതുക. ഇവിടെ എന്താ എഴുതുക? തൊട്ടടുത്ത നമ്പർ 7 ആണ്, 7 എന്ന് എഴുതുക. ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 7 എത്രയാണ്? 49 ഈസ് ടു 5 × 7 എത്രയാണ്? 35 ഈസ് ടു 5 × 11 എത്രയാണ്? 55. അപ്പോൾ 49 ഈസ് ടു 35 ഈസ് ടു 55 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If P is to Q is equal to 5 is to 6 and R is to Q is equal to 25 is to 9, then what is the ratio of P is to R? അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യാം. P, Q, R എന്ന് എഴുതുക. P is to Q എത്രയാണ്? 5 is to 6. Q is to R എത്രയാണ്? 9 is to 25. തിരിഞ്ഞു വരും. ഓക്കെ, 9 is to 25. ഇനി ഇവിടെ 9 എഴുതാം. ഇനി ഇവിടെ എന്താണ്? 6. ചോദിച്ചിരിക്കുന്നത് P is to R ആണ്. അപ്പോൾ P യും R മതി. അപ്പോൾ P എത്രയാണ്? 5 × 9 ഈസ് ടു R എത്രയാണ്? 6 ×
25. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് ക്യാൻസൽ ചെയ്യാമല്ലോ. 5 × 5 ആണ് 25. ഇനി 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3, ഇവിടെ 2. അപ്പോൾ എന്ത് വരും? 3:5 × 2 എത്രയാണ്? 10. അപ്പോൾ 3:10 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 3:10 ഓപ്ഷൻ സി. 3:10 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ DI ക്വസ്റ്റ്യൻ ആണ്. The pie chart given below shows the time taken in 7 procedures J1, J2, J3, J4, J5, J6, J7 in making a car as a percentage of total time taken. The total time taken in making one car is 1200 hours. What is the difference between the time taken in processes J1 and J4? Okay. അപ്പോൾ ഇത് ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു കാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കാർ ഉണ്ടാക്കുന്നത് 7 പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, 7 സ്റ്റെപ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 7 പ്രോസസ്സിനും പ്രത്യേകം ടൈം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രോസസ്സാണ് J1, J2, J3 എക്സെട്ര J1. ഓക്കെ, ആ ടൈം തന്നിരിക്കുന്നത് എന്താണ്? പെർസെൻറ്റേജ് ആയിട്ടാണ് ടൈം തന്നിരിക്കുന്നത്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1200 ഹവേഴ്സ് ആണ്. ഇനി നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് നോക്കിയേ. ഇതാണ് J1, ഇത് J2, J3, J4, J5, J6, J7. കണ്ടോ? J1 14% ടൈം എടുത്തു, J2 18%, അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈം ടേക്കൺ ഇൻ പ്രോസസ്സസ് J1 ആൻഡ് J4? J1 ആൻഡ് J4ലെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ്. J1 എന്ന് പറയുന്നത് എത്രയാണ്? J1 എന്ന് പറയുന്നത് 14 ആണ്. 14 എടുത്തു. ഇനി അടുത്തത് J1 ആൻഡ് J4. J4 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? ഇത് J1, ഇത് J4. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? 6% ഡിഫറൻസ്. അപ്പോൾ 1200ൻ്റെ 6% കാണും. ടോട്ടൽ 1200 അല്ലേ? അപ്പോൾ 1200ൻ്റെ 6% ആയിരിക്കും ഉത്തരം. ഓക്കെ, 2 0 കട്ട് ചെയ്ത് 12 × 6 എന്ന് പറയുന്നത് 72 ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ സെയിം ഡാറ്റയാണ്. ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. ഫൈൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ഇൻ J2 ആൻഡ് J5. ഓക്കെ, J2 ആൻഡ് J5 എത്രയാണ് നിങ്ങൾ പറഞ്ഞേ? J2 എത്രയാണ്? 18. ഓക്കെ, J2, J3, J4, J5 എത്രയാണ്? 12. അപ്പോൾ ടോട്ടൽ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? ടോട്ടൽ 30% വന്നു. അപ്പോൾ 1200ന് 30% കാണുക. 1200ൻ്റെ 30% എന്ന് പറയുന്നത് 30/100. 2 0 കട്ട് ചെയ്തു. 12 × 3 എന്ന് പറയുന്നത് 36 ആണ്. ഒരു 0 കൂടി ആഡ് ചെയ്തു. 360. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 360. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം, ഈ സെയിം ടൈപ്പ് ഡാറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം എന്തായിരുന്നു ചോദിച്ചത്? മീഡിയൻ. ഓക്കെ, പിന്നെ എന്തായിരുന്നു? മോഡ്. ഇപ്പോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ദ ഡാറ്റ ഗിവൺ ബിലോ ഷോസ് ദി നമ്പർ ഓഫ് പീപ്പിൾ ഹു ഹാവ് സേവ്ഡ് എ സർട്ടൺ എമൗണ്ട് ഓഫ് മണി. കുറച്ച് പേര് കുറച്ച് പൈസ സേവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിയാൽ ഒരാൾ 5 രൂപ സേവ് ചെയ്തിട്ടുണ്ട്, 3 പേര് 15 രൂപ സേവ് ചെയ്തിട്ടുണ്ട്, 4 പേര് 20 രൂപ, അങ്ങനെ. ഓക്കെ, ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ മീൻ സേവിങ് പെർ പേഴ്സൺ ആണ്. ഓക്കെ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. മീൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മീൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ σxi/fi ഡിവൈഡഡ് ബൈ σfi. ഇതാണ് മീൻ്റെ ഫോർമുല. ഓക്കെ, FI എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആയിരിക്കും, അതായത് നമ്പർ ഓഫ് ആൾക്കാർ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതായിരിക്കും XI, ഇതായിരിക്കും FI. ഓക്കെ, XI/FI. അപ്പോൾ σxi/fi എന്ന് പറഞ്ഞാൽ XI/FI ചെയ്യുക എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സം എടുക്കുക. സിഗ്മ എന്ന് പറഞ്ഞാൽ സം ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ അപ്പോൾ ഇതായിരിക്കും XI/FI. ഈ കോളം XI/FI എടുക്കുക. അപ്പോൾ നോക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5 എത്രയാണ്? 5. 3 × 5 എത്രയാണ്? 45. 4 × 20 എത്രയാണ്? 80. 2 × 25 എത്രയാണ്? 2 × 25 50. ഓക്കെ, അത് കഴിഞ്ഞു. 1 × 30 30. 1 × 35 35. 2 × 40 എത്രയാണ്? 80. ഓക്കെ, അപ്പോൾ എത്ര വരും? 5 10 15 5 13 18 21 24 32. നിങ്ങൾ സം എടുത്ത് നോക്കുക. 325 എന്ന് കിട്ടും σFI. ഓക്കെ, അപ്പോൾ 325 ഡിവൈഡഡ് ബൈ σFI, അതായത് FIൻ്റെ സമ്മ്. 1 + 3 4, 4 + 4 8, 8 + 2 10, 11 12 14. അപ്പോൾ σFI എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. ഡിവൈഡഡ് ബൈ 14. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. 325 ഡിവൈഡഡ് ബൈ 14 ഇത് മാറ്റിയാണ്.
ഇവിടെ നോക്കിയാൽ 325 ഡിവൈഡഡ് ബൈ 14. 14 ഇൻറ്റു 2 വരെ പോള് 28, റിമൈൻഡർ 4 വന്നു, ഇവിടെ 5 വന്നു. 14 എവിടം വരെ പോവും? 3 വരെ പോളൂ 42. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. നമുക്ക് 23 വരെ കിട്ടിയില്ലേ? 23 ആകെ ഒരേ ഒരു ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ സി. കണ്ട, അതായിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ അത്രയും ചെയ്യേണ്ട കാര്യമില്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 23 പോയിന്റ് സംതിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The bar chart given below shows the ratio of expenditure to revenue for 7 consecutive years: Y1, Y2, Y3, Y4, Y5, Y6, Y7. The profit percentage is lowest for which year? ഏത് വർഷത്തിലാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കുറവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്? എക്സ്പെൻഡിച്ചർ ടു റവന്യൂ റേഷ്യോ ആണ്. അതായത് ഈ 7 വർഷത്തെ എക്സ്പെൻഡിച്ചർ ടു റവന്യൂ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, Y1 0.8. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? Y1 0.8 ആണ്, നമുക്ക് 8/10 എന്ന് എഴുതാം. ഓക്കെ, ഇനി Y2 ഇവിടെ എന്തൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട്? Y2 എത്രയാണ്? 0.75 അല്ലേ? അപ്പോൾ 75/100 എന്ന് എഴുതാം. ഓക്കെ, ഇനി റേഷ്യോ എങ്ങനെയാണ്? എക്സ്പെൻഡിച്ചർ ടു റവന്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മുകളിലുള്ളത് എക്സ്പെൻഡിച്ചർ ആയിരിക്കും, താഴെയുള്ളത് റവന്യൂ ആയിരിക്കും. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഇവിടെ കമ്പയർ ചെയ്ത ഈ തന്നിട്ടുള്ള വർഷങ്ങളുടെ പെർസെൻറ്റേജ് എടുത്താൽ മതി അല്ലേ? Y4, Y7, Y3 അത് 3 എടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ Y4 ആദ്യം Y4 എടുക്കുക. Y4 എങ്ങനെയാണ് റേഷ്യോ? 0.9. അപ്പോൾ നമ്മൾ 9/10 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. ഇവിടെ പ്രോഫിറ്റ് എത്ര കിട്ടും? പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ 10, എക്സ്പെൻഡിച്ചർ 9. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. എത്രയാ പ്രോഫിറ്റ്? 1 അല്ലേ? 10 - 9 1 ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ എത്രയാ? 1/9 ഇൻറ്റു 100. അപ്പോൾ എന്ത് കിട്ടും? 11 1/9% എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ Y4 എത്ര വന്നു? 11 1/9%. ഇതാണ് പ്രോഫിറ്റ്. ഓക്കെ ആണല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കുക. 100/9 11 1/9%. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് Y7 എടുക്കുകയാണ്. Y7 എത്രയാണ്? 0.96 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 96/100 എന്ന് എഴുതി. ഇതാണ് Y7. ഇവിടെ നോക്കിയാൽ റവന്യൂ 100, എക്സ്പെൻഡിച്ചർ 96. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? പ്രോഫിറ്റ് എത്രയാണ്? ഇത് നമ്മൾ മൈനസ് ചെയ്യുക. 4 ഡിവൈഡ് ബൈ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 96 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നോക്കിയേ, കട്ട് ചെയ്യാം. 4 ഇൻറ്റു 24 ആണ് 96. അപ്പോൾ എന്ത് വന്നു? 100/24 വന്നു. വീണ്ടും 4 വെച്ച് കട്ട് ചെയ്യാം. 4 ഇൻറ്റു 6 24, 4 ഇൻറ്റു 25 ആണ് 100. അപ്പോൾ എത്ര വന്നു? 25/6. 25/6 എന്ന് പറയുന്നത് എത്രയാണ്? 4 1/6 ആണ്. 4 1/6%. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 25/6 എന്ന് പറയുന്നത് 4 1/6% ആണ്. ഇനി അടുത്ത Y3 നോക്കി, ഇവിടെ ഉണ്ട് 0.84 ആണ്. അപ്പോൾ 84/100 എന്ന് എഴുതാം. ഓക്കെ, ഇനി എത്രയാണ് പ്രോഫിറ്റ് വരിക? 100 - 84 16. എത്ര എക്സ്പെൻഡിച്ചർ? 84 ഇൻറ്റു 100. ഓക്കെ, 4 വെച്ച് കട്ടിയാലോ. ഇത് എത്ര വരും? 21 വരും. 4 ഇൻറ്റു 21 84, 4 ഇൻറ്റു 4 16. ഓക്കെ, അപ്പം 400/21 വന്നു. ഇനി 400/21 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 400/21 എത്ര വരും? എന്തായാലും 10 കൂടുതൽ വരും. ഓക്കെ, എന്തായാലും 10 കൂടുതൽ വരും. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏറ്റവും ചെറുത് ഇതിനകത്ത് ഏതാ? Y7 ആണ് ഏറ്റവും ചെറുത്. ഓക്കെ, therefore the profit percentage is lowest for year 7. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഷിഫ്റ്റിലെ. ഇപ്പോൾ ഈ ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഷിഫ്റ്റുകളുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാം. അതായത് പോകും തോറും നമുക്ക് ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കുറച്ചും കൂടി സ്പീഡിലും അല്ലെങ്കിൽ പുതിയ ഷോർട്ട് കട്ട്സ് ആയിട്ടൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഷോർട്ട് കട്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യണേക്ക് മുമ്പ് നമുക്ക് ആദ്യം നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് ഷോർട്ട് കട്ട് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി മറിച്ച് ട്രിക്കി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ ഇപ്പോൾ GD മാത്രം ആക്കരുത്. GD, MTS, CGL, CHSL, പിന്നെന്താണ് ടയർ 1
ഓക്കെ, CPO, ഇതിൻ്റെ എല്ലാം മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ പക്കയായിരിക്കും, കാരണം ആ TCS പാറ്റേൺ നമുക്ക് എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്കിൽ റെഫർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടുക, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഐഡിയ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പോൾ എന്തായാലും GD എക്സാം നടക്കുന്നതിന് മുമ്പ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.